ഇപ്പൊ ചില ആൾക്കാർ പറയാണ് മുത്ത് നബി സാധാരണ മനുഷ്യനാണ്. ഒരു മൗലവിയുടെ പ്രസംഗം ഞാൻ കേട്ടു, ഇന്ന് യൂട്യൂബിൽ കേട്ടു നോക്കുമ്പോ അയാൾ പറയാണ് അള്ളാഹു അല്ലാത്ത ആര് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടണം. അത് മുഹമ്മദ് നബി ആണെങ്കിലും ശരി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി 2 തവണ പേരെടുത്തിട്ടാലും പറയാണ്. ഒരു വഹാബി മൗലവി പറയാണ് എന്തെന്നറിയാം, മുഹമ്മദ് നബി ആണെങ്കിലും ശരി ചോദ്യം ചെയ്യപ്പെടണം. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേ ഒരാളുള്ളൂ, അത് പടച്ച തമ്പുരാനാണ്. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ഒരു കാര്യം ചെയ്യണമെന്ന് നബി തങ്ങൾ കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്തോളണം. അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. വബിനദാനെ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹൈതുകും അൻഹു ഫന്തഹു. പരിശുദ്ധ ഖുർആനാണ്. റസൂലുള്ള ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടരുത്. പാടില്ല, ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, നടന്നു പോകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ വരെ സാധാരണ മനുഷ്യനാക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, ആദ്യത്തെ ഭാര്യ ആരാണ്? ആദ്യ റസൂലുള്ള കല്യാണം കഴിച്ച ആളാണ്. അതെ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. റസൂലുള്ള വേറെയും പല കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും മറ്റു കല്യാണങ്ങളൊക്കെ എപ്പോഴാ കഴിച്ചത്? എപ്പോഴാ കഴിച്ചത്? അതാണ് അതിന്റെ ഉത്തരം. 50ാമത്തെ വയസ്സിലാണ് ഖദീജ ബിവി വഫാത്തായത്. റസൂലുള്ളാഹിക്ക് അന്ന് വയസ്സ് 50 ആണ്. ഖദീജ ബിവിക്ക് അന്ന് വയസ്സ് എത്രയാ? എത്ര? വഫാത്താകുമ്പോ ഖദീജ ബിവിയുടെ വയസ്സ് എത്രയാ? വഫാത്താകുമ്പോ അതുവരെ റസൂലുള്ളാഹിന്റെ യുവത്വകാലമാണ്. 50 വയസ്സ് വരെയുള്ള കാലമാണ്. 50 വയസ്സ് വരെയുള്ള നബി തങ്ങളുടെ ജീവിതത്തില് വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കേണ്ടി വന്നിട്ടില്ല. തന്നെക്കാളും 15 വയസ്സ് മൂപ്പുള്ളതായ ബഹുമാനപ്പെട്ട ബീവി ഖദീജയെ കല്യാണം കഴിക്കുകയാണ്. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത് എങ്ങനെയെന്നറിയും നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒരു പെണ്ണ് പറയാണ് ഒരു ആമയോട്, എന്ത് നിന്നെ